ഇതൊക്കെയുണ്ടെങ്കിൽ ഈ അവധിക്കാലം കളറാണ്. ഏതൊക്കെ ഉണ്ടെങ്കിലെന്നല്ലേ അതറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ എല്ലാവരും പരീക്ഷയൊക്കെ കഴിഞ്ഞ എന്താണ് വളരെ റിലാക്സ് മോഡിലാണെന്നറിയാം. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സമയം അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സമയം കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഈ അവധിക്കാലം കളറാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ട് മക്കളോട് പറയാനുള്ളത് റീഡ് ആൻഡ് ഗ്രോ. വായിക്കുക, അതേപോലെ തന്നെ വളരുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം വരും, ഇതുവരെ ഞങ്ങൾ വായിച്ചിട്ടില്ലേ, ഇനി എന്താണ് വായിക്കാനുള്ളത്? ഇനിയാണ് നമുക്ക് വായിക്കാനുള്ളത്. നമുക്ക് ഇനിയും എന്താണ് ഒരുപാട് ക്ലാസ്സുകളിൽ പഠിച്ച് മുന്നേറാനുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. അത് എല്ലാം ഒരുമിച്ച് വായിക്കുക എന്നുള്ളതല്ല, കുറച്ച് കുറച്ച് വായിക്കാനുള്ള ശ്രമം നടത്തുക. ഒരു കാര്യം എപ്പോഴും ചിന്തിക്കേണ്ടത്, വായിക്കുമ്പോഴാണ് ശരിക്കും ചിന്ത വരിക. ചിന്തയിൽ നിന്നാണ് നമ്മുടെ പ്രവൃത്തി വരുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. വായിച്ചാലേ വളരൂ. അടുത്തതായിട്ട് മക്കളോട് പറയാനുള്ളത് ടേക്ക് അഡ്വാൻറ്റേജ് ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ്. അതായത് നമുക്കറിയാം, ഈ ബുക്കുകളെ കാര്യം എടുക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. ഓഡിയോ ബുക്സുകൾ ഒരുപാടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ഈ പ്രായത്തിൽ നിന്നുകൊണ്ടുള്ള ഒരുപാട് ഓൺലൈൻ കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഹവാർഡ് യൂണിവേഴ്സിറ്റിൻ്റെയും അതേപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെയും ഒക്കെ ഒരുപാട് ഫ്രീ ഓൺലൈൻ കോഴ്സുകളുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റുകൾ ഉപയോഗിക്കുക. ഫ്രീ വെബിനാറുകൾ, അതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഫ്രീ ഓൺലൈൻ കോഴ്സുകൾ, ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നെറ്റുകൾ ഉപയോഗിക്കുക. അടുത്തതായിട്ട് ബി എ ടൂറിസ്റ്റ് ഇൻ യുവർ ഓൺ സിറ്റി. അതായത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക. അതിനുശേഷം എന്ത് ചെയ്യുക, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത് കാണാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ആ സ്ഥലം ഉണ്ടായത്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലെ കാര്യമാണ് പറയുന്നത്. അത് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടായത്, അവിടെയുള്ള പ്രധാനപ്പെട്ട ലാംഗ്വേജുകൾ എന്തൊക്കെയാണ്, ഇനി എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്തതായിട്ട് മക്കളോട് പറയാനുള്ളത് വളണ്ടിയർ വിത്ത് എ ചാരിറ്റി. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ആളുകൾ അവശത അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. അവരുടെ ഇടയിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കാനായിട്ടുള്ള ഒരു സന്നദ്ധ മനോഭാവം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അവരുടെ കഷ്ടങ്ങൾ കൃത്യമായിട്ട് അറിയുക. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഈ അനുഭവങ്ങളുമായിട്ടുള്ള ആ ഒരു കരുത്ത് നിങ്ങളുടെ മുന്നോട്ടുള്ള പാതയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. അടുത്തതായിട്ട് മക്കളോട് പറയാനുള്ളത് ഗെറ്റ് ഇൻ ടു എ സ്പോർട്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്സ് ഐറ്റംസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് ക്രിക്കറ്റ് ആവാം, ഫുട്ബോൾ ആവാം, ബാഡ്മിൻ്റൺ ആവാം, എന്തും ആയിക്കൊള്ളട്ടെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ മക്കളോട് പറയാനുള്ളത് ലേൺ എ ന്യൂ സ്കിൽ. പുതുതായിട്ടൊരു കാര്യം പഠിക്കുക, അതെന്തും ആവാം അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ വരുന്നുണ്ടെങ്കിൽ അതൊരു ഫോട്ടോഗ്രാഫി സ്കില്ല് തന്നെയാണ് അല്ലേ. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാം, അതേപോലെ തന്നെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പഠിക്കാം, മ്യൂസിക് പഠിക്കാം അല്ലേ, സംഗീതം, അതായത് വോക്കലും ഉണ്ട്, അതുമായിട്ട് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കാം. ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ്, അത് ഒരു പടി നിങ്ങളെ വ്യക്തിത്വത്തെ എന്താണ് ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമ്മളെന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പൂമ്പാറ്റകൾ അല്ലേ, ഓരോ പൂവിൽ നിന്ന് തേനിങ്ങനെ ശേഖരിച്ചിട്ടാണ് വലിയൊരു എന്താണ്, അല്ലെങ്കിൽ തേനുകൾ ശേഖരിച്ചിട്ടാണ് വലിയൊരു തേനീച്ച കൂടായിട്ട് മാറുന്നത്. ഇതേപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള നല്ല നല്ല സ്കില്ലുകൾ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചെടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെക്കേഷൻ അഥവാ ഈ ഒരു അവധിക്കാലം ഏറ്റവും കൂടുതൽ കളറാവുകയും ചെയ്യും. മാത്രമല്ല അത് നിങ്ങളുടെ ഉപരിപഠനത്തിനും നിങ്ങളെ മുന്നോട്ടുള്ള പാതയിലും ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യും, അത് ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെ വരും. ഇതിനെ സഹായിക്കാൻ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുകളായിട്ട് ഏകണം, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ടീം മൊത്തം നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. നല്ല ഒരു വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ചിൽഡ്രൻസ്, ഗുഡ് ബൈ.